നമുക്ക് ഈ ഓണത്തിന് കുറച്ച് മിക്സ്ചർ തയ്യാറാക്കാമേ. ഉപ്പേരി വറുത്ത് വെച്ചു. ഇനി നമുക്ക് കുറച്ച് മിക്സ്ചർ തയ്യാറാക്കാം. അതിനായിട്ട് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കടലപ്പൊടി തന്നെ ആകുമ്പോഴത്തേക്ക് മിക്സ്ചർ തീരെ അങ്ങ് സോഫ്റ്റായി പോകും. ഒരു ക്രിസ്പിനെസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 3 സ്പൂണ് അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് പൊട്ടുകടല, കപ്പലണ്ടി, ഉണക്കമുന്തിരിങ്ങ, കശുവണ്ടി. പിന്നീട് വേണ്ടത് പച്ചമുളക്, കറിവേപ്പില, പിന്നെ സ്വല്പം കായം വേണം. ഇനി ഈ കടലപ്പൊടിയിലേക്ക് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും സ്വല്പം കായപ്പൊടിയും കൂടെ ചേർത്ത് കുഴച്ച് തയ്യാറാക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യമേ ഒന്ന് ഉപ്പിട്ട് കൊടുക്കാം. ഈ പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്ക് ഇത്രയും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നും പറഞ്ഞ് ഒരുപാട് അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ മിക്സറിൻ്റെ കളറ് ചുമപ്പാവും. അതുകൊണ്ട് അത് ഒരുപാട് ചേർക്കരുത്, കുറച്ച് ചേർക്കുക. ഈ സ്പൂണിന് ഒരു 1.5 സ്പൂണോളം ചേർത്ത് കൊടുത്തു. ഇനി അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കായപ്പൊടി കുറച്ച് മതി. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനിയും കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുന്ന അത്രയും കട്ടിയിൽ നമുക്കിത് കുഴച്ച് തയ്യാറാക്കിക്കൊണ്ട് വരാമേ. നമ്മൾ മാവ് നിറച്ചു. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലോട്ട് പിഴിഞ്ഞിടാമേ. വട്ടത്തിൽ നമുക്ക് പിഴിഞ്ഞിടാം. ഒരുപാട് കനത്തിൽ പിഴിഞ്ഞിടരുത്, കാരണം അത് അകവശം വേവാനായിട്ട് സമയമെടുക്കും. കുറേശ്ശെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മൂത്തും കിട്ടും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനും പറ്റും. ഇനി ഒരു 1-2 മിനിറ്റ് നേരം അടിഭാഗം ഒന്ന് മൂക്കുന്നതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് മറിച്ചിടാമേ. കനം കുറവായതുകൊണ്ട് ഈ ഭാഗം മൂത്തു നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തെ ഭാഗം കൂടെ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് വാങ്ങിയെടുക്കാം. നമ്മുടെ സേവ് ഇതാ മൂത്ത് വന്നു. നമുക്കിതങ്ങ് വാങ്ങാം. ഈ ലോ ഫ്ലെയിമിലോട്ട് മാറ്റണേ, അല്ലെങ്കിൽ എണ്ണ ഒരുപാട് അങ്ങ് ചൂടാകും. നമ്മൾ പിഴിഞ്ഞിടുന്ന സമയം കൊണ്ട് ആദ്യത്തേതങ്ങ് കൂടുതലായിട്ട് മൂത്തു പോകും. ഇതിനകത്തുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളെല്ലാം കോരി നോക്കാമേ. ഇനി അടുത്തത് നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം. കുറേശ്ശെ ഇടുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടുന്നുണ്ട്, കനം കുറവായതുകൊണ്ട്. ഇനി ഇത് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാമേ. നമ്മൾ രണ്ടാമത് ഇട്ടതും മൂത്ത് വന്നു, അതും വാങ്ങി. ഇനി ഇതുപോലെ ബാക്കിയുള്ള എല്ലാം സേവ് തയ്യാറാക്കിക്കൊണ്ട് വരാമേ. നമ്മുടെ സേവ് എല്ലാം വറുത്ത് കഴിഞ്ഞു. ഇത്രയും തയ്യാറാക്കുന്നതിന് എല്ലാം കൂടെ ഒരു 25 മിനിറ്റ് ചിലവായിട്ടുള്ളൂ. കുഴയ്ക്കുന്നത് ഉൾപ്പെടെ ഇത്രയും വറുത്ത് കോരിയതിന് 25 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ വറുത്തെടുത്ത് ഇതിലോട്ട് ചേർത്ത് നമുക്ക് സേവ് മിക്സ്ചർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഈ വറുത്ത എണ്ണയിൽ നിന്ന് തന്നെ കുറച്ചെടുത്ത് നമുക്ക് ഈ ഉള്ള സാധനങ്ങളെല്ലാം വറുത്തെടുക്കാം. എണ്ണ മൂത്തു. നമുക്ക് ആദ്യം തന്നെ പറങ്ങാണ്ടി ഇട്ട് വറുത്തെടുക്കാമേ. പറങ്ങാണ്ടി മൂത്ത് വരുന്നു. നമുക്കിതിലേക്ക് മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാമേ.
പറങ്ങാണ്ടിയും മുന്തിരിങ്ങയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതങ്ങ് കോരി വേറൊരു പാത്രത്തിലോട്ട്, വെള്ളമയമില്ലാത്ത ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കഴുകി തുടച്ച് ഉണക്കി വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ്. ഇനി നമുക്കിതിലേക്ക് പൊട്ടുകടല ഇട്ട് കൊടുക്കാമേ. പൊട്ടുകടലയൊന്ന് മൂത്ത് വരട്ടെ. പൊട്ടുകടലയും മൂത്ത് വന്നു. അത് നമുക്കിങ്ങനെ കോരിയെടുക്കാമേ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള എണ്ണമയം മുഴുവൻ താഴോട്ടങ്ങ് വീഴും. ഇത് എണ്ണ തുറന്നെടുക്കുകയും ചെയ്യും. നമുക്കൊരു സ്വല്പം നേരം ഇത് പിടിച്ചുകൊണ്ട് നിൽക്കാം. ആ സമയം നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുക്കാമേ. ഇതാ കപ്പലണ്ടി. നമ്മുടെ കപ്പലണ്ടി മൂത്ത് വന്നിട്ടുണ്ട്. അത് വറുത്തിങ്ങ് കോരിയെടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് വറുത്തെടുക്കാം. പച്ചമുളക് അവരവരുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് വേണമേ ചേർക്കാനായിട്ട്. ഇത് നന്നായിട്ട് എണ്ണയിലെ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അധികം എരിവൊന്നും കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പച്ചമുളക് എടുത്തത്. ഇത് മിക്സർ കഴിക്കുന്ന ഈ പച്ചമുളക് കടിക്കാൻ കിട്ടുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ്. പച്ചമുളക് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യും. പച്ചമുളക് വറക്കുമ്പോൾ സ്വല്പം ഉപ്പിട്ട് കൊടുക്കാമേ. ഭയങ്കര ചുവ വരുന്നു. നമ്മുടെ പച്ചമുളക് ഏകദേശം മൂക്കാറായി. കറിവേപ്പില ഇട്ട് കൊടുക്കാമേ. ചുമയ്ക്കുക മുളകായതുകൊണ്ട്. നമ്മുടെ മുളക് മൂത്ത് വന്നു. ഗ്യാസ് ഓഫ് ചെയ്തു. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാമേ. മുളകിൻ്റെ എരിവാണ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. പിന്നീട് മുളക് പൊടി അവരവരുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. ഞാൻ ഇച്ചിരി ഇടുന്നുണ്ട്. ദേ ഈ സ്പൂണിന് 1.25 സ്പൂൺ ഇട്ടു. പിന്നീട് വേണ്ടത് കായപ്പൊടി. കായപ്പൊടി ഏകദേശം 1 സ്പൂണോളം ഇട്ടു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സേവ് നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന സേവ് ഇതിലോട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ തയ്യാറാക്കുന്നതിനായിട്ട് 40 മിനിറ്റാണ് ആകെ എടുത്തിട്ടുള്ളത്. നമ്മൾ ഒരു 40 മിനിറ്റ് മെനക്കെടുകയാണെങ്കിൽ ഇതൊരു ഏകദേശം ഒരു 300 ഗ്രാം കടലമാവ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള സേവ് മിക്സ്ചർ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഓണക്കാലത്ത് നമ്മുടെ വീട്ടിലാരെങ്കിലും വരുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ശുദ്ധമായിട്ടുള്ള ആഹാരം കൊടുക്കാം നമുക്ക്. വീട്ടിലുള്ളവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും പേടിക്കാതെ അസുഖങ്ങളൊന്നും വരാതെ ഓണക്കാലം നമുക്ക് കഴിച്ചു പോകാം. ഇപ്പോഴ് ഫോൺ തുറന്നു കഴിഞ്ഞാൽ മായം ചേർത്ത ആഹാരത്തിൻ്റെതും പഴകിയ ഭക്ഷണം പിടിച്ചു എന്നൊക്കെയുള്ള പരസ്യങ്ങളാണ് കാണുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തണുത്ത് കഴിയുമ്പോൾ ഡബ്ബയിലിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള മിക്സ്ചറാണ്.
നമുക്ക് മനസ്സിൽ പിടിച്ച് കഴിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതുകൊണ്ട് ഒരു മായമില്ലെന്നും നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും ഇത്തിരി കഷ്ടപ്പാടാണെങ്കിലും നമ്മുടെ വീട്ടിൽ തന്നെ കഴിവതും ഉപ്പേരി, മിക്സ്ചർ, മുറുക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിക്കുന്നു.